സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിനുള്ള കേരള ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. 22-അംഗ ടീമിനെയാണ് പ്രഖ്യാപിക്കുക. നവംബർ 20 മുതൽ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കും. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് ഇന്ന് പ്രാദേശിക അവധി. പാലക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. UK-യിലെ മലയാളി ഗവേഷകന് ഇൻഫോസിസ് പ്രൈസ് 2024 അവാർഡ്. എക്കിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ മഹ്മൂദ് കുര്യനാണ് ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിന്റെ വിവിധ കാലഘട്ടങ്ങളെ ആധാരമാക്കിയുള്ള പഠനത്തിനാണ് പുരസ്കാരം. നടൻ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമ ബറോസിന്റെ ട്രെയിലർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. സൂര്യനായകനായി എത്തിയ കങ്കുവ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചായിരുന്നു ബറോസ് ട്രെയിലർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. വായുമലിനീകരണം ശക്തമായതോടെ ഡൽഹി ഭരണകൂടം കർശന നിയന്ത്രണങ്ങളിലേക്ക്. പ്രൈമറി സ്കൂളുകളിലെ ക്ലാസുകൾ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഓൺലൈനിലേക്ക് മാറ്റുന്നതായി മുഖ്യമന്ത്രി അതിഷി അറിയിച്ചു. കൊല്ലം ശൂരനാട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന CPIM ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന റെഡ് വളണ്ടിയർ പരേഡ് റബാക് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു.